നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈയൊരു ചർച്ച ഡയറക്റ്റ് സെല്ലിംഗ് എന്ന വലിയൊരു ലോകത്തെക്കുറിച്ചാണ്. അതെ. അതിൽ തന്നെ ഇന്ത്യയിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് വളരെ ശക്തമായിട്ട് നിൽക്കുന്ന വെസ്റ്റീജ് എന്ന കമ്പനിയെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പിന്നെ പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ വിജയിച്ച ഒരാളുടെ അനുഭവങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും താല്പര്യമുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. തീർച്ചയായും. അതിനായിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് രംഗത്ത് എല്ലാവർക്കും അറിയാവുന്ന സോനു ശർമ്മ, അദ്ദേഹം എന്തുകൊണ്ട് വെസ്റ്റീജ് തിരഞ്ഞെടുത്തു, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്നൊക്കെയാണ്. ഇതാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. ശരിയാണ്. അതായത് വർഷങ്ങളായി ഡയറക്ട് സെല്ലിംഗിലുള്ള ഒരാള്, സ്വന്തമായിട്ടൊരു വലിയ ടീമൊക്കെ ഉള്ള ഒരാള്, അതെ, എന്തിനാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ വെസ്റ്റീജിലേക്ക് വരുന്നത്? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ശരിയാണ്. എന്തായിരിക്കും അദ്ദേഹത്തെ ആകർഷിച്ചത്? വെസ്റ്റീജിന്റെ എന്തു പ്രത്യേകതകളാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്? അപ്പോ സോനു ശർമ്മയുടെ തന്നെ വാക്കുകളിലൂടെ ഇത് മനസ്സിലാക്കുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് എന്ന ബിസിനസ് മോഡലിനെക്കുറിച്ചും പിന്നെ വെസ്റ്റീജ് നൽകുന്ന അവസരങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായൊരു ചിത്രം കിട്ടും. അതെ അതെ. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? എന്തുകൊണ്ടാണ് സോനു ശർമ്മ വെസ്റ്റീജ് തിരഞ്ഞെടുത്തത്? എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ? നമുക്കതൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ. അപ്പൊ സോനു ശർമ്മയുടെ സംഭാഷണം നമ്മൾ കേൾക്കുമ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം വെസ്റ്റീജിന്റെ എന്താ പറയാ ദീർഘകാല വിശ്വാസ്യതയാണ്. ലോങ് ടേം ട്രസ്റ്റ്. അതെ. വെസ്റ്റീജ് ഇന്ത്യയെ തുടങ്ങിയിട്ട് 20 വർഷമായി. ശർമ്മ തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 20 വർഷം ഒരു രാജ്യത്ത് വിജയകരമായിട്ട് ഓടുന്ന എത്ര ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ട്? ശരിയാണ്, അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഇത് നിസ്സാര കാര്യമല്ല. ഈയൊരു കാലയളവ് മാത്രം മതി കമ്പനിയുടെ ഒരു സ്റ്റെബിലിറ്റി, അതിന്റെ ഒരു വിശ്വസനീയത മനസ്സിലാക്കാൻ. അതെ. പെട്ടെന്ന് വരികയും പിന്നെ കുറച്ചു കഴിഞ്ഞ് കാണാതാവുകയും ചെയ്യുന്ന ഒരുപാട് സംരംഭങ്ങളുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ വെസ്റ്റീജ് വ്യത്യസ്തമാവുന്നത് ഇവിടെയാണ്. ശരിയാണ്. 20 വർഷം അത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് ആളുകൾ ഒരു ലോങ് ടേം ഇൻകം ഓപ്ഷൻ നോക്കുമ്പോൾ ഈ സ്റ്റെബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത്? രണ്ടാമത്തെ ഒരു പ്രധാന കാരണം, ഒരുപക്ഷെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, അതാണ് ഉൽപ്പന്നങ്ങളുടെ സ്വീകാര്യത. പ്രോഡക്റ്റ് അക്സെപ്റ്റൻസ്. അതെ. ശർമ്മ ഒരു സിമ്പിൾ ടെസ്റ്റ് പറയുന്നുണ്ട്. ഈ കമ്പനി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ പോലും ആളുകൾ ഈ സാധനങ്ങൾ പൈസ കൊടുത്തു വാങ്ങുമോ? വെസ്റ്റീജിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഉത്തരം അതേന്നായിരുന്നു. അതായത് ഇതൊരു ബിസിനസ് അവസരം എന്നതിനേക്കാൾ ഈ ഉൽപ്പന്നങ്ങൾക്ക് തന്നെ ഒരു നാച്ചുറൽ ഡിമാൻഡ് ഉണ്ട്, ഒരു മാർക്കറ്റ് ഉണ്ട്. ആളുകൾക്ക് ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. അപ്പൊ എന്താ ഗുണം? നിർബന്ധിച്ചൊരാളെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല. ശരിയാണ്. ആളുകൾക്ക് വേണ്ട സാധനം കൊടുക്കുമ്പോൾ ബിസിനസ് കുറച്ചുകൂടി എന്താ പറയാ സിമ്പിളാവും. അത് വളരെ വളരെ ശരിയായ ഒരു പോയിന്റാണ്. പ്രോഡക്ട്സിന് തനിയൊരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തൊരു ബിസിനസ് ഉണ്ടാക്കുന്നത് താരതമ്യേന എളുപ്പമാണല്ലോ. അതെ. വെറുതെ വിൽക്കാൻ വേണ്ടി മാത്രം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പോലെയല്ല ഇത്. ഇനി ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം പറഞ്ഞല്ലോ. പെറ്റുകൾ, അതായത് സ്റ്റോറുകൾ 3000-ലധികമോ? അതെ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പുതിയ പ്രോഡക്റ്റ് കമ്പനി ഇറക്കിയാൽ വെറും 6-7 ദിവസത്തിനുള്ളിൽ രാജ്യത്തുടനീളമുള്ള ഈ 3000-ൽ പരം സ്റ്റോറുകളിലും അതെത്തിക്കാൻ പറ്റുന്നൊരു സിസ്റ്റം. ശരിക്കും അത് വലിയൊരു കാര്യമാണല്ലോ. ഇതൊരു സാധാരണ കാര്യമല്ല. ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ഇത് കിട്ടുന്ന ഒരു സപ്പോർട്ട് അത് വളരെ വലുതാണ്. സാധനം ആവശ്യമുള്ളപ്പോൾ കിട്ടണം, പുതിയ കസ്റ്റമേഴ്സിനെ എളുപ്പത്തിൽ വാങ്ങാൻ പറ്റണം. അതെ അതെ. ഈ ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് ബിസിനസ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആക്കുന്നുണ്ട്. 3000 സ്റ്റോറുകളും നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും അത് ശരിക്കും വലിയൊരു ബാക്കപ്പാണ്. സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്ക് ഇങ്ങനൊരു സപ്പോർട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ തീർച്ചയായും പ്രോഡക്ട്സ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതിലെ ഒരുപാട് തടസ്സങ്ങൾ അത് കുറയ്ക്കുമല്ലോ. ഉറപ്പായും. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ്, എന്താ പറയാ, സിനർജി, കൂടിച്ചേരലിന്റെ ശക്തി. സിനർജി അതെങ്ങനെയാണ്? ശർമ്മ അത് പറയുന്നത് 1+1=11 എന്നൊരു ഇക്വേഷനിലൂടെയാണ്. ഓക്കെ. അതായത് അദ്ദേഹത്തിന്റെ കഴിവും എക്സ്പീരിയൻസും ടീമിന്റെ സ്ട്രെങ്ത്തും അതൊരു 1. അതോടൊപ്പം വെസ്റ്റീജിന്റെ ഈ പറഞ്ഞ സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രോഡക്ട്സ്, സിസ്റ്റം എന്ന ശക്തിയും അതും ഒരു 1. ഇത് രണ്ടും ചേരുമ്പോൾ അത് വെറും 2ന്റെ ശക്തിയല്ല കിട്ടുന്നത്, മറിച്ച് 11ന്റെ, അതായത് 10 മടങ്ങ് ശക്തിയായിട്ട് മാറുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സ്വന്തം എഫേർട്ടിനെ കമ്പനിയുടെ പ്ലാറ്റ്ഫോം മൾട്ടിപ്ലൈ ചെയ്യും എന്നൊരു ബോധ്യം. സ്വന്തം കഴിവും കമ്പനിയുടെ കഴിവും ഒരുമിച്ച് വരുമ്പോൾ സാധാരണ കിട്ടുന്നതിനേക്കാൾ വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാം എന്നൊരു കാഴ്ചപ്പാട് അത് ഇൻസ്പയറിംഗ് ആണ്. വേറെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നോ അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് പിന്നിൽ? അവസാനമായിട്ട് പക്ഷേ
വളരെ പ്രധാനപ്പെട്ട ഒന്ന്. വെസ്റ്റീജിന്റെ സ്ഥാപകൻ ഗൗതം ബാലിജിയുമായിട്ട് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു വിഷൻ, ഒരു ദീർഘവീക്ഷണം, അതും ശർമ്മയെ ഒരുപാട് ആകർഷിച്ചു. അടുത്ത 10, 15, 20 വർഷത്തേക്ക് കമ്പനിക്ക് വ്യക്തമായ പ്ലാനുകളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ വെസ്റ്റീജിൽ ചേരാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് അതൊരു ഫൈനൽ ടച്ച് കൊടുത്തു എന്ന് പറയാം. ഒരു വ്യക്തിഗത സംരംഭകൻ എന്നതിലുപരി ഒരു വലിയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു മൂവ്മെന്റിന്റെ ഭാഗമാവാനുള്ളൊരു അവസരമായിട്ട് അദ്ദേഹം അതിനെ കണ്ടു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ദീർഘകാലത്തെ വിശ്വാസ്യത, ആളുകൾ തനിയെ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന പ്രോഡക്ട്സ്, രാജ്യവ്യാപകമായിട്ടുള്ളൊരു സ്ട്രോങ് സ്റ്റോർ നെറ്റ്വർക്കും ഡിസ്ട്രിബ്യൂഷനും, പിന്നെ സ്വന്തം കഴിവിനെ പല മടങ്ങാക്കുന്ന കമ്പനി സപ്പോർട്ട്, വ്യക്തമായ ഫ്യൂച്ചർ പ്ലാനുകൾ. അതെ, ഇതെല്ലാം ചേർന്നൊരു പാക്കേജാണ് ശരിക്കും സോനു ശർമ്മയെ വെസ്റ്റീജിലേക്ക് കൊണ്ടുവന്നത്. അതെ, ഇത് കേൾക്കുമ്പോൾ തന്നെ ആർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്നതും ആകർഷകമായി തോന്നുന്നതുമായ കാര്യങ്ങളാണ്. ഒരു വിജയത്തിലേക്കുള്ള ഒരു സിമ്പിൾ ഫോർമുല പോലെ. ഇനി നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ഒരു ബിസിനസ് മോഡലിനെക്കുറിച്ച് ശർമ്മയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, തുടക്കത്തിൽ ഒരുപാട് റിജക്ഷൻസും വിമർശനങ്ങളുമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന്. തീർച്ചയായും. എന്നാൽ അതിൽ നിന്നൊക്കെ അദ്ദേഹം പഠിച്ചെടുത്ത ഒരു പ്രധാനപ്പെട്ട പാഠമുണ്ട്. എന്താണത്? അതെ, ശർമ്മ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഡയറക്റ്റ് സെല്ലിംഗ് ഒരു ഭാഗ്യപരീക്ഷണമോ ലോട്ടറിയോ അല്ല, അതൊരു തനി ബിസിനസ്സാണ്. ബിസിനസ്? അതെ. പലരും ഈ ഫീൽഡിലേക്ക് വരുന്നത് എന്തോ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള എളുപ്പവഴിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ക്ലിക്കായാൽ രക്ഷപ്പെട്ടു എന്നൊരു മൈൻഡ് സെറ്റിലാണ്. പക്ഷെ ശർമ്മ പറയുന്നത് അങ്ങനെയല്ല ഇതിനെ കാണേണ്ടതെന്നാണ്. ഇതൊരു ബിസിനസ്സാണ് എന്ന തിരിച്ചറിവ് അതെങ്ങനെയാണ് ഒരാളുടെ അപ്രോച്ചിനെ മാറ്റുന്നത്? കാരണം ഇതൊരു ബിസിനസ്സായി കാണുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു പ്രൊഫഷണലിസം വേണം. പ്രൊഫഷണലിസം. നമ്മളൊരു കട തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പം കാണിക്കുന്ന ഒരു ഗൗരവം, ഒരു പ്രൊഫഷണൽ അപ്രോച്ച്, അത് ഡയറക്റ്റ് സെല്ലിങ്ങിനും വേണം. ശരി. ഈ രംഗത്ത് വിജയിക്കുന്നതാരാണ്? ഇതിനെ ഒരു സീരിയസ് ബിസിനസ്സായി കണ്ട് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്, അല്ലാതെ ഭാഗ്യം പരീക്ഷിക്കാൻ വരുന്നവരല്ല. അപ്പോ മറ്റു ബിസിനസ്സുകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനും വേണമെന്നാണോ അദ്ദേഹം പറയുന്നത്? ഗോൾസ്, പ്ലാനിംഗ്, സ്ട്രാറ്റജീസ്, അങ്ങനത്തെ കാര്യങ്ങൾ? അതെ, കൃത്യമായിട്ടും. മറ്റേത് ബിസിനസ്സിലായാലും ഡയറക്റ്റ് സെല്ലിങ്ങിലായാലും നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ വേണം. ആ ലക്ഷ്യത്തിലെത്താൻ ഒരു പ്ലാൻ വേണം, അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് വേണം, ഒരു ലോങ് ടേം മിഷൻ വേണം. ഒരുപക്ഷേ വലിയ ഇൻവെസ്റ്റ്മെന്റോ വലിയ കെട്ടിടങ്ങളോ സ്റ്റോക്ക് വെക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റു ബിസിനസ്സുകളെപ്പോലെ ഇവിടെ വേണ്ടായിരിക്കാം. ശരിയാണ്. ആ ഒരു രീതിയിൽ തുടക്കം കുറിക്കാൻ സിമ്പിളാണ്. അതെ, തുടക്കം സിമ്പിളാണ്. പക്ഷേ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ആ ഒരു ചിന്ത, ആ ഒരു പ്രവർത്തനം, അതൊരുപോലെ പ്രധാനമാണ്. അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, പലരും ഫെയിലാവുന്നത് ഈ പ്രൊഫഷണൽ അല്ലാത്ത രീതികൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടും കമ്പനി തരുന്ന ഒരു പ്രൂവ്ഡ് സിസ്റ്റം ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നതുകൊണ്ടുമാണ് എന്നാണ്. അതെ, അതാണ് പോയിന്റ്. അപ്പോ ശരിയായ രീതിയിൽ ഒരു പ്രൊഫഷണൽ അപ്രോച്ചോടെ ആ സിസ്റ്റം ഫോളോ ചെയ്താൽ വിജയം അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, മറിച്ച് സിമ്പിളാണെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതെ, ആ ഒരു ആശയം തന്നെയാണ് ശർമ്മ പറയുന്നത്. ഫെയിൽ ആവുന്നവർ ഒന്നില്ലെങ്കിൽ ഇതിനൊരു ഹോബി പോലെ കാണുന്നു, അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം നേരം പോക്ക്, അല്ലെങ്കിൽ അവർക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നു. ശരി. പക്ഷെ വെസ്റ്റീജ് പോലെയുള്ള കമ്പനികൾ വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രവർത്തന രീതി. ആ സിസ്റ്റം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്താൽ കാര്യങ്ങൾ വളരെ സിമ്പിളാവും. ആ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ സാധാരണക്കാർക്ക് ഫോളോ ചെയ്യാനും വിജയിക്കാനും വേണ്ടിയാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവുന്നത്. ഇതൊരു ലോട്ടറി അടിക്കുന്ന പോലെയല്ല, മറിച്ച് ചിട്ടയായിട്ട് വർക്ക് ചെയ്താൽ നേടാവുന്ന ഒരു ബിസിനസ് വിജയമാണ്. അതെ. ആ ഒരു പ്രൊഫഷണൽ മൈൻഡ് സെറ്റ് അഡോപ്റ്റ് ചെയ്താൽ ഫോളോ ചെയ്യാൻ ഒരു സിമ്പിളായ വഴിയുണ്ട് എന്നുള്ള ആ ഒരു കണ്ടെത്തൽ അത് കാഴ്ചപ്പാടിനെ മാറ്റുന്നുണ്ട് ശരിക്കും. തീർച്ചയായും. ഇനി ആ സിസ്റ്റത്തിന്റെ ഒരു പവർ കാണിക്കുന്ന ഒരു ഉദാഹരണം നോക്കാം. കോവിഡ് കാലം ഓർത്താൽ അറിയാമല്ലോ, മിക്ക ബിസിനസ്സുകളെയും അത് വല്ലാതെ ബാധിച്ചു. അതെ. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വെസ്റ്റീജിന്റെ സിസ്റ്റം സോനു ശർമ്മയെയും അദ്ദേഹത്തിന്റെ ടീമിനെയും എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്? അത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ശർമ്മ പറയുന്നത്. രാജ്യം മുഴുവൻ ലോക്ക്ഡൌണിൽ, കടകളില്ല, ഓഫീസുകളില്ല, ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. മിക്ക ബിസിനസ്സുകളും വരുമാനമില്ലാതെ പ്രതിസന്ധിയിലായ ആ സമയത്ത് സോനു ശർമ്മയും അദ്ദേഹത്തിന്റെ ടീമും വെസ്റ്റീജിലൂടെ അവരുടെ കരിയറിലെ ഏറ്റവും ഹൈയസ്റ്റ് ഇൻകം നേടുകയായിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് ഹൈയസ്റ്റ് ഇൻകമോ? അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണല്ലോ. അതെ. അതെങ്ങനെ സാധിച്ചു?
ശർമ്മയുടെ കണക്ക് വെച്ച് വെസ്റ്റീജിൽ ചേർന്ന് ഏകദേശം ഒരു 15 മാസത്തിനുള്ളിൽ, അതായത് മെയിനായിട്ടും ഈ കോവിഡ് സമയത്ത്, അദ്ദേഹത്തിന്റെ മാസവരുമാനം 35 ലക്ഷം രൂപ കടന്നു. 35 ലക്ഷം മാസം? അതെ, ഇത് ശരിക്കും അൺബിലീവബിളായിട്ട് തോന്നും, പക്ഷേ അതാണ് ഫാക്ട് എന്ന് അദ്ദേഹം പറയുന്നു. അത്ഭുതം തന്നെ. അദ്ദേഹത്തിന്റെ ടീമിലുള്ളവരുടെ കാര്യമോ? അവരുടെ ഗ്രോത്ത് എങ്ങനെയായിരുന്നു? അതാണ് ഇതിലെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയ കാര്യം. അദ്ദേഹത്തിന്റെ ടീമിലെ വെറും 21 വയസ്സുള്ള ചെറുപ്പക്കാർ പോലും. 21 വയസ്സോ? അതെ, 21 വയസ്സുള്ളവർ വെറും 14-15 മാസം കൊണ്ട് മാസം 8 ലക്ഷം 9 ലക്ഷം രൂപ വരുമാനം നേടുന്ന ലെവലിലേക്കെത്തി. അതും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ. 21 വയസ്സുള്ളവർക്ക് മാസം 8-9 ലക്ഷം, ഏതാണ്ട് 1.5 വർഷം കൊണ്ട്. ഇതിന്റെ പിന്നിൽ എന്താണ്? വെറും ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ഇത് നടക്കുമോ? ഇവിടെയാണ് വെസ്റ്റീജിന്റെ സിസ്റ്റത്തിന്റെ റോൾ വരുന്നത്. ശർമ്മ അടിവരയിട്ട് പറയുന്നതും അതാണ്. സിസ്റ്റം. ഈ ചെറുപ്പക്കാർക്ക് ഇത്രയും വലിയ വിജയം ഇത്ര പെട്ടെന്ന് കിട്ടിയത് അവരുടെ ആ ഒരു പേഴ്സണൽ എഫേർട്ട് കൊണ്ട് മാത്രമല്ല. തീർച്ചയായും അവർ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനപ്പുറം വെസ്റ്റീജിന്റെ ആ ഒരു സ്ട്രോങ് ബാക്ക്-എൻഡ് സിസ്റ്റം, അതായത് അവരുടെ ഓൺലൈൻ ഓർഡറിംഗ് പ്ലാറ്റ്ഫോം, ലോക്ക്ഡൌണിലും എസൻഷ്യൽ ഗുഡ്സ് വീടുകളിൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്ത ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ഓൺലൈനായിട്ട് ട്രെയിനിംഗ് കൊടുക്കാനും ടീമിനെ ആക്റ്റീവാക്കി നിർത്താനും പറ്റിയ ഡിജിറ്റൽ ടൂൾസ്, വ്യക്തമായ പ്രവർത്തന രീതികൾ, സ്ട്രാറ്റജീസ്, പോളിസികൾ, ഇതെല്ലാം അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഈ സിസ്റ്റം ഉള്ളതുകൊണ്ട് ശരിയായ ഡയറക്ഷനിൽ വർക്ക് ചെയ്താൽ വിജയം നേടുന്നത് വളരെ സിമ്പിളാവുന്നു. വെറുതെ തലങ്ങും വലങ്ങും ഓടേണ്ട കാര്യമില്ല. ലക്ഷ്യത്തിലേക്ക് ഒരു ക്ലിയർ പാത്ത് ആ സിസ്റ്റം കൊടുക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഒരാളുടെ പേഴ്സണൽ എഫേർട്ട് ഒരു സൈഡിൽ നടക്കുന്നു, അതേസമയം ആ എഫേർട്ടിന്റെ റിസൾട്ട് പല മടങ്ങാക്കാൻ സഹായിക്കുന്ന ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോം, ഒരു സിസ്റ്റം അവിടെയുണ്ട്. അതെ, അതാണ് ഇത് പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ശരിക്കും വലിയൊരു റിലീഫും സപ്പോർട്ടുമാണ്. ഗ്രോത്തിനുള്ള വഴി അത് ക്ലിയറാണ്, ഫോളോ ചെയ്യാൻ സിമ്പിളാണ് എന്ന് തോന്നും. അതോടൊപ്പം ശർമ്മ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഉൽപ്പന്നങ്ങളുടെ കോമ്പിനേഷനാണ്. പ്രോഡക്റ്റ് കോമ്പിനേഷൻ. അതെ, അതായത് സാധാരണക്കാർക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ്, എന്നാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസുമില്ല. എഫോർഡബിൾ ക്വാളിറ്റി. അതെ, ഈ ഒരു കോമ്പിനേഷൻ, എഫോർഡബിൾ ക്വാളിറ്റി, ഇത് പ്രോഡക്ട്സ് വീണ്ടും വീണ്ടും വാങ്ങാനും പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാനും സഹായിക്കുന്നു. അപ്പോ നല്ല പ്രോഡക്ട്സ്, നല്ല സിസ്റ്റം, നല്ല ട്രെയിനിങ്, ഇതെല്ലാം കൂടെ വരുമ്പോൾ വിജയം ഒരു നാച്ചുറൽ ഔട്ട്കം